പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒ.പി. ടിക്കറ്റ് എടുത്ത ശേഷം രോഗികൾക്ക് ഡോക്ടറെ കാണണമെങ്കിൽ കടമ്പകൾ ഏറെയാണ്. ആശുപത്രി കെട്ടിടം പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ ഇടുങ്ങിയ വഴിയിലൂടെ ചുറ്റി ദീർഘദൂരം നടന്ന് മാത്രമേ ഡോക്ടറിന്റെ അടുത്തെത്താനാകൂ. ഒ.പി. ടിക്കറ്റ് എടുത്ത ശേഷം ഓട്ടോ വിളിച്ച് ആശുപത്രി ചുറ്റി ഡോക്ടർമാരെ കാണാൻ പോകേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ഒ.പി. ടിക്കറ്റ് കിട്ടി ശേഷം ഡോക്ടറെ കാണാൻ ഓട്ടോ കാത്തു നിൽക്കുകയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിയ ഈ രോഗി. ഒ.പി. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഇടുങ്ങിയ ദുർഘടമായ വഴി താണ്ടി ഡോക്ടറുടെ അടുത്തെത്താൻ ഈ രോഗിക്കാകില്ല. ഒരു ഓട്ടോ പിടിച്ച് ഈ വയോധികൻ ഡോക്ടറുടെ അടുത്തേക്ക് പുറപ്പെട്ടു. പുതിയത് നിർമ്മിക്കാനായി ആശുപത്രി കെട്ടിടം പൊളിച്ചിട്ടതിനാലാണ് ഒ.പി. കൗണ്ടറിൽ നിന്നും ഒ.പി. ബ്ലോക്കിലേക്ക് താൽക്കാലിക നടപടി ഒരുക്കിയത്. പ്രായമായവർക്കും രോഗം മൂലം അവശത ഉള്ളവർക്കും ഈ നടപടി താണ്ടാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്, കാലും വയ്യ, പിന്നെ എന്തെടുക്കുന്ന, പിന്നെ അവരെല്ലാം പൊടിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ അതും വികസനം വേണ്ടായോ. ഒ.പി. ബ്ലോക്കിനടുത്ത് തന്നെ താൽക്കാലിക ഒ.പി. കൗണ്ടർ ഒരുക്കിക്കൂടെ എന്നാണ് ആശുപത്രിയിലെത്തുന്നവർ ചോദിക്കുന്നത്. ദിനംപ്രതി 1000-ഓളം പേരാണ് ഒ.പിയിലെത്തുന്നത്. ഇടുങ്ങിയ വഴിയിലൂടെ നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. രാവിലെ ഒരിടത്ത് വരണം, ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വേറൊരിടത്തൊക്കെ ഒ.പി. എടുക്കാൻ പോകണം. ഡോക്ടറെ കാണണമെങ്കിൽ എനിക്ക് കുറേ ചുറ്റിക്കറങ്ങി വേണം പോകാൻ. ഈ പ്രായമുള്ള ആൾക്കാരെയും കൊണ്ട് ഇത്രയും ദൂരം നടക്കാനും ഡോക്ടറെ കാണണമെങ്കിൽ പോകുന്നിടത്ത് തെള്ളും തിക്കും തിരക്കും കണ്ടിട്ട് വരുമ്പോഴത്തേനും മരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നതെല്ലാം. ഒ.പിയുടെ സംവിധാനം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും രാത്രിയിലാണെങ്കിലും ഒരിടത്താക്കുക. ഒ.പി. കൗണ്ടറിൽ നിന്നും ഈ ഹെൽത്തിന്റെ വയറിംഗ് സംവിധാനം എടുത്തു മാറ്റുന്നത് ദുഷ്കരമാണ്. മറ്റൊരിടത്ത് ഒ.പി. കൗണ്ടർ തയ്യാറാക്കണമെങ്കിൽ ഈ ഹെൽത്ത് സംവിധാനം അവിടെയും ഒരുക്കണം. നമുക്കും അറിയാമല്ലോ, ആ പ്രയാസം നമുക്കും അറിയാമല്ലോ. എല്ലാം കൂടെ കൂട്ടി കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഡോക്ടറും പല സ്ഥലത്തായിരിക്കുന്നത്. ഇനിയും 1 വർഷത്തിലധികം എടുക്കും പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകാൻ. അതുവരെ രോഗികളുടെ ഈ ദുരിതം തുടരും. കാഷ്വാലിറ്റിക്ക് സമീപം ബിൽ പേ കൗണ്ടറുണ്ട്. ഇതിനടുത്താണ് ഒ.പി. ബ്ലോക്ക്. ഇവിടെ ഒരു ഒ.പി. ടിക്കറ്റ് കൗണ്ടർ കൂടി ഒരുക്കാനുള്ള സ്ഥല സൗകര്യവുമില്ല. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഒ.പി. ബ്ലോക്കിന് സമീപം താൽക്കാലിക ഒ.പി. കൗണ്ടർ സംവിധാനം ഒരുക്കണം എന്നാണ് രോഗികളുടെ ആവശ്യം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒ.പി. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇടുങ്ങിയ വഴിയിൽ കൂടി ഏറെ ദൂരം സഞ്ചരിച്ചു വേണം രോഗികൾക്ക് ഡോക്ടർമാരെ കാണാനെത്താൻ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം തത്സമയം എത്തുന്നു. പ്രവീൺ, വെൽക്കം ബാക്ക്. രോഗികൾ വലഞ്ഞു എന്നൊക്കെ ആലങ്കാരികമായി പലയിടത്തും പ്രയോഗിച്ച് കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നടത്തി വലയിച്ചു എന്ന് പറയുന്ന തരത്തിലാണല്ലോ അവിടുത്തെ സംവിധാനം. ഈ കൗണ്ടർ മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാകുമോ പ്രവീൺ? സുജിയ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഒ.പി. ടിക്കറ്റ് എടുക്കാൻ വരുന്നവരുടെ ദുരിതമാണ് നമ്മൾ ആ ഒരു വാർത്തയിലൂടെ കാണിച്ചത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം നടക്കുകയാണ്. 6 മാസം മുമ്പ് പഴയ ആശുപത്രി കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റി. ഇപ്പോൾ ആകെ നിലവിലുള്ളത് 2 ബ്ലോക്കുകൾ മാത്രമാണ്. അതിലൊന്ന് ഈ ഒ.പി. ടിക്കറ്റ് കൊടുക്കുന്ന ആ കൗണ്ടർ ഇരിക്കുന്ന ഭാഗവും പിന്നീട് ഇപ്പോൾ കാഷ്വാലിറ്റിയായി പ്രവർത്തിക്കുന്ന മറ്റൊരു കെട്ടിടവുമാണ്. രാവിലെ 1000-ഓളം രോഗികളാണ് ഈ ഒ.പി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പഴയ ഒ.പി. ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ എത്തുന്നത്. പക്ഷേ പിന്നീടുള്ള പ്രശ്നം, ഇവർ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഒന്നുകിൽ ആശുപത്രിക്കകത്തൂടെ തന്നെ ചെറിയ ഇടുങ്ങിയ വഴികളുണ്ട്. അത് ആദ്യം ഈ ഒ.പി. ടിക്കറ്റ് കൗണ്ടർ ആ ഭാഗത്തു നിന്നും ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടി കടന്ന് മോർച്ചറിയുടെ മുന്നിലേക്ക് എത്തണം. പിന്നീട് അതുവഴി പ്രത്യേകം ഒരു നടപ്പാത ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അരികിൽ ഷീറ്റൊക്കെ വിരിച്ച ഒരു ഇടുങ്ങിയ വഴിയാണ്. അതിൽ കൂടി നടന്നു വേണം ഈ രോഗികൾക്ക് ഒ.പിയിലിരിക്കുന്ന ഡോക്ടർമാരുടെ അടുത്തേക്ക് എത്താൻ. അത് വളരെ ദുർഘടമായിട്ടുള്ള ഒരു പാത തന്നെയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ചെളിക്കുണ്ടാകും. അപ്പോൾ ഇത്തരത്തിൽ ഒരു സാഹചര്യം അത് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ നിലവിൽ ഡോക്ടർമാരിരിക്കുന്ന ഒ.പി. കെട്ടിടത്തിൻ്റെ ആ സമീപത്ത് തന്നെ ഒരു താൽക്കാലികമായി ഒ.പി. കൗണ്ടർ തുടങ്ങണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് ഏതായാലും ഇനിയിപ്പോൾ 1 വർഷത്തോളം എടുക്കും ഈ പുതിയ കെട്ടിടങ്ങളൊക്കെ വരാൻ. ആ സമയം അത്രയും ഈ പഴയ ഒ.പി. ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ ഇങ്ങനെ രോഗികൾ തിങ്ങി നിറഞ്ഞ് ടിക്കറ്റ് എടുത്തതിന്
അതിനുശേഷം മറ്റു വഴികളിൽ കൂടിയൊക്കെ പോകേണ്ടി വരുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് രോഗികളുടെ ആ ഒരു സുരക്ഷയെ കരുതിയെങ്കിലും അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ ഡോക്ടർമാരെ കാണുന്നതിനായി ഇപ്പോൾ ഒ പിയിലെ ഡോക്ടർമാർ ഇരിക്കുന്ന ആ കെട്ടിടത്തിന് സമീപം തന്നെ താൽക്കാലികമായി ഒരു ഒ പി ടിക്കറ്റ് കൗണ്ടർ തുടങ്ങണമെന്നൊരു ആവശ്യമാണുള്ളത്. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഒ പി കൗണ്ടറിൽ ഇ ഹെൽത്തിൻ്റെ വയറിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി ഭൂമിക്കടിയിൽ നിന്നും ഇളക്കി മാറ്റുക എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ തന്നെ ഈ ഒ പി ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്നത്. മറ്റ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടും അത് പൊളിച്ചു മാറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷേ ഈ വയറിംഗ് സംവിധാനങ്ങളും ഇ ഹെൽത്ത് സംവിധാനമൊക്കെ മറ്റൊരിടത്തേക്ക് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കാതെ ഒ പി ഡോക്ടർമാർ ഇരിക്കുന്ന ആ കെട്ടിടത്തിന് സമീപം തന്നെ താൽക്കാലികമായി ഒരു ഒ പി ടിക്കറ്റ് കൗണ്ടർ പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ആ കടമ്പകളൊക്കെ ഒന്ന് പരിഹരിച്ച് തൽക്കാലത്തേക്കെങ്കിലും കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത്.